ഈ സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലേ. ഡാർക്ക് സ്പോട്സ്, പിഗ്മെന്റേഷൻ, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ, ഇത് കൂടാതെ അൺഡ്രാംസിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ, ബോഡിയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷനും അതേപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും അണ്ടർഗോ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട്, അതായത് 200 രൂപയുടെ താഴെ വരുന്ന ഒരൊറ്റ ട്രീറ്റ്മെന്റ് പറഞ്ഞു തരട്ടെ, ഈ ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രം മതിയാവും കേട്ടോ ഇത്രയും സ്കിൻ പ്രോബ്ലംസ് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് കടന്നാലോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺ ടാൻ, ബോഡി ടാൻ, അൺട്രാൻസ്ഫർ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്സ്, ഇങ്ങനെയുള്ള പല പ്രോബ്ലംസിലുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്ന മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു സംഭവം കേട്ടോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 4 മാസമായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ലിങ്ക് ഐക്കാർഡിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഇപ്പം തന്നെ ഇതിന്റെ റിവ്യൂ കൊടുക്കാനായിട്ടുള്ള കാരണം, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ സൺ ടാൻ റിലേറ്റഡ് ആയിട്ട്, നമ്മുടെ സൺ ടാൻ ബോഡിയിലും ഫേസിലൊക്കെ ഉണ്ടാവുമ്പോൾ അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു DIY കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് അത്രയും വർക്കൗട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാന്നുള്ളത്. അതാണ് കേട്ടോ ഇത്. എന്താ പറയുക, നമുക്കൊരു 200 രൂപയുടെ താഴെ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ഒക്കെ പോകേണ്ട ആവശ്യമില്ലേ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ റിവ്യൂ കണ്ടാലോ. സത്യം പറഞ്ഞാൽ ഈ പിഗ്മെന്റേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടി സോപ്പ് യൂസ് ചെയ്യുന്നതിനോട് ഒട്ടും യോജിപ്പില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന സോക്കോൾ ബ്രാൻഡുകളുടെ ഈ സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോഡി ലോഷൻസ് അല്ലെങ്കിൽ ബോഡി വാഷ് അങ്ങനെ കുറെ വൈറലായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ റീസെന്റ് ടൈംസിൽ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ ഗാർ സോപ്പ് ആണെങ്കിലും അങ്ങനെയുള്ള സോപ്പുകളും വൈറലായി പോയിട്ടുണ്ടായിരുന്നു. സ്കിൻ വൈറ്റനിങ് സോപ്പ് എന്ന് വെച്ചിട്ട് ഞാനത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, ഈ ഗാർ സോപ്പ് കാര്യങ്ങളൊന്നും. പക്ഷേ ഈ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ. കാരണം റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ അഫോർഡബിളും ആയിരുന്നു. ഒരു 200 രൂപയുടെ താഴെയൊക്കെയാണ് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ബേക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 2% കോജിക് ആസിഡും ആൽഫ ആർബിറ്റിനും അടങ്ങിയിട്ടുള്ള ആന്റി പിഗ്മെന്റേഷൻ സോപ്പാണ്. അതായത് നമുക്ക് ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ, ഈ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോപ്പ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറില്ല, ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് ഇല്ല. കോജിക് ആസിഡും ആൽഫ ആർബിറ്റിനും ലാക്ടിക് ആസിഡാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് കേട്ടോ. ഞാനിത് 2 പീസാണ് വാങ്ങിയിട്ടുള്ളത്, അതായത് 2 സോപ്പാണ് ഇതിലുള്ളത്. ഒരു പെട്ടിയിൽ വരുന്നത് 200 ഗ്രാം പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ഒരു 200 താഴെയാണ് റേറ്റ് വന്നിട്ടുള്ളത്. 190 സംതിങ് ആയിരുന്നു അതിന്റെ റേറ്റ്. അപ്പോൾ ഒരെണ്ണം എൻ്റെ ബാത്റൂമിൽ കിടക്കുന്നു, മറ്റൊന്നാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ കവറിങ് പറയുന്നത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഹെവി ആയിട്ടുള്ള പാക്കേജിങ് ഒന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. ഇതാണ് സോപ്പ്. ഇപ്പം ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എന്താ സംഭവം എന്ന് അറിയണ്ടാവില്ല. പക്ഷേ ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഭയങ്കര സ്മൂത്ത് സൈഡും മറ്റേ സൈഡ് കുറച്ച് റഫ് സൈഡും ആണ്. അതായത് നിങ്ങളിത് വെള്ളം ആക്കുന്ന സമയത്ത് ഈ സൈഡ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് തരിതരിപ്പ് ഉണ്ടാവും, അതായത് നമ്മുടെ സ്കിന്നിൽ സ്ക്രബ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. മറ്റേ സൈഡ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഇത് ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സോപ്പ്. അതെ, ഞാൻ പൊതുവേ ഈ സോപ്പ് ഫേസിൽ യൂസ് ചെയ്യുന്നതിനോട് ഒട്ടും യോജിപ്പില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഒരു മൈൽഡ് ക്ലെൻസർ പോലെയാണ്. നമ്മുടെ ഫേസിന് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല. പറയുമ്പോൾ എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആണ് കേട്ടോ. പക്ഷേ എനിക്ക് ഫേസിൽ ഒരുപാട് ഡ്രൈ ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡ്രൈ സ്കിന്നാരെ യൂസ് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഡ്രൈ ആയി ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട. കുറച്ച് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫേസിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആൻഡ് ഇത് ബോഡിയിൽ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫ്രാഗ്രൻസോ സ്മെല്ലോ ഒന്നും വരില്ല. അതിന് കാര്യം ഞാൻ നേരത്തെ ആ ഒരു ലേബലിൽ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ ഫ്രാഗ്രൻസോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് കൂടുതൽ ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒട്ടും സെറ്റ് ആവില്ല. അങ്ങനെ സ്മെല്ല് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സോപ്പൊന്നും അല്ല. ശരിക്കും ഈ ചന്ദനത്തിന്റെ സ്മെല്ലാണ് കേട്ടോ. ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ചന്ദനത്തിന്റെ സ്മെല്ലാണ്. എന്നാൽ ഒരുപാടും ഇല്ല. നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും പെട്ടെന്നൊക്കെ ആ സ്മെല്ല് പോകും കേട്ടോ. പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടല്ല, നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ ഡേർട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിഗ്മെന്റേഷൻ ക്ലിയർ ആവുന്നുണ്ട്. കാരണം പിഗ്മെന്റേഷൻ റിമൂവ് ആകുമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്കിൻ ടോൺ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. നമുക്ക് ആ ഒരു പഴയ സ്കിൻ ടോണിലോട്ട് എത്താൻ പറ്റും. ഈ ടാനിങ് കാരണം ഉണ്ടാകുന്ന സ്കിൻ ടോണിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് സ്കിൻ വൈറ്റനിങ് എന്ന രീതിയിൽ നമുക്ക് അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ എല്ലാം തന്നെ ഒന്ന് ഫെയ്ഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് ഇപ്പോൾ ടാൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പല കളറായിട്ട് ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഡാർക്ക് സ്പോട്സ്, പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സൺ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇത് മെയിനായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് ഒരു ഒപ്പീനിയൻ പറയാമെന്നുണ്ടെങ്കിൽ എനിക്കിത്
3 കാര്യങ്ങളും അല്ലെങ്കിൽ 4 കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷേ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവേണ്ടത് എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. ശരിക്കും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വെളുത്തിട്ട് പാറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും ഇല്ല. പക്ഷേ സ്കിൻ ടോൺ ഒരുപാട് നന്നായിട്ട് ഇമ്പ്രൂവ് ആവേണ്ടത്. നമ്മുടെ സ്കിൻ കളറിൽ ആ ഒരു ചേഞ്ച് പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു 3 month ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു നല്ല റിസൾട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡേർട്ട്, സൺ ടാൻ ഇതെല്ലാം കുറയുന്ന പോലെ ഉണ്ടാവും. ഫസ്റ്റ് യൂസ് തന്നെ ടാൻ ഒന്ന് റെഡ്യൂസ് ആവുന്നുണ്ട്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ ഇതിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ, ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, അപ്രൂവ്ഡ് ആണ്, FDA അപ്രൂവ്ഡ് ആണ്, ISO അപ്രൂവ്ഡ് ആണ് ആൻഡ് അഫോർഡബിൾ കൂടിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് പറയാന്നുണ്ടെങ്കിൽ ഇതിൽ ആൽഫ ആർബുറ്റിൻ, കോജിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ബ്ലൂബെറി എക്സ്ട്രാക്ട്, ഗ്ലിസറിൻ, ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഡീമിനറലൈസ്ഡ് വാട്ടർ, ലാവൻഡർ ഓയിൽ ആൻഡ് സാൻഡൽവുഡ് പൗഡർ. വെറുതെ ചന്ദനത്തിന് മണം വന്നിട്ടുണ്ടായിരുന്നു. അതെ, സാൻഡൽവുഡ് ആണ് കേട്ടോ ഇതിൽ. ഒരു ആ സ്മെല്ല് നമുക്ക് കിട്ടുന്ന സമയത്ത് ലാവൻഡർ സ്മെല്ലല്ല, ശരിക്കും ഈ ചന്ദനത്തിൻ്റെ സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതിൽ. പിന്നെ കോജിക് ആസിഡ്, ആൽഫ ആർബുറ്റിൻ ആൻഡ് ലാക്റ്റിക് ആസിഡ് ആണ് ഇതിന്റെ കീ ഇൻഗ്രീഡിയൻസ് പറയുന്നത്. ഈ ബ്ലൂബെറി എക്സ്ട്രാക്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ സോപ്പിൽ കാണിച്ച തരിതിരിപ്പുണ്ടല്ലോ അത് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗ്ലിസറിൻ ഉള്ളതുകൊണ്ട് ഗ്ലിസറിനും ഓയിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് പൊതുവേ ഒരുപാട് ഡ്രൈ ആക്കാതിരിക്കാൻ വേണ്ടി, നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലിസറിനും അതേപോലെ തന്നെ ഓയിലൊക്കെ തന്നെ ആഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സോപ്പിൽ കോജിക് ആസിഡും ആൽഫ ആർബുറ്റിനും ലാക്റ്റിക് ആസിഡും അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ 3 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ആക്റ്റീവ്സ് എന്നൊക്കെ പറയില്ലേ, വിറ്റാമിൻ സി പോലുള്ള ഒരു ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ 3 ആക്റ്റീവ്സ് ആണ് ഈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൽഫ ആർബുറ്റിൻ എന്ന് പറയുന്നത് AHA ആണ്. AHA എന്ന് പറയുന്നത് നമുക്ക് പീലിംഗ് സൊല്യൂഷൻസ് ആയിട്ട് കിട്ടും. AHA, BHA, PHA എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ കോജിക് ആസിഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് വൈറലായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളിലും കോജിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കോജിക് ആസിഡിന്റെ കാര്യം അറിയായിരിക്കും. കോജിക് ആസിഡ് നമുക്ക് പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്സ് ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലാക്റ്റിക് ആസിഡും സെയിം രീതിയിൽ തന്നെ നമുക്ക് ഈ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഇതെല്ലാം ബോഡി ലോഷൻസിലൊക്കെ തന്നെ ഇത് കാണാറുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും സെയിം തന്നെയാണ്. ബോഡി സ്ക്രബിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് പോലത്തെ കെമിക്കൽ സ്ക്രബുകളിലെല്ലാം കാണാറുണ്ട്. സോ ഇതും എന്താ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ടാൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 കൂടി ചെയ്യുന്ന സമയത്ത് ആ 3 കൂടി കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റീവ് ആണ് ഈ ഒരു സോപ്പ് വരുന്നത്. നോർമൽ ഒരു ബാർ സോപ്പ് പോലെയാണ് ഉള്ളതെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം നീ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നില്ലല്ലോ നമ്മുടെ ബോഡിയിൽ അത്രത്തോളം ഡേർട്ട് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇത് യൂസ് ചെയ്തപ്പോൾ ഫുള്ളി ആ ഡേർട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്കിൻ ടോണിൽ ആ ഒരു ചെറിയൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ഡേർട്ട് എല്ലാം റിമൂവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇപ്പോൾ എപ്പോഴും പുറത്ത് പോകുന്ന ആൾക്കാരാണ്, പെട്ടെന്ന് ടാൻ ആവുന്ന ബോഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം ടാൻ ആയ ശേഷം ഉടനെ തന്നെ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സോപ്പൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവമല്ലേ, നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ടൈമൊന്നും ആവശ്യമായിട്ടില്ല. ബിസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ ബോഡി ലോഷൻ പോലെയോ നമ്മൾ ഇരുന്ന് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇഫ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് ഓർഡർ കൊടുത്തോളൂ. നല്ല പ്രൊഡക്റ്റാണ്. ടാനൊക്കെ എന്തായാലും റിമൂവ് ആവുന്നുണ്ട്. പിന്നെ ആ സ്കിൻ ടോണും ചെറിയ രീതിയിൽ ചേഞ്ച് വരുന്നുണ്ട്. സ്കിന്നിലുള്ള ഡേർട്ട് എല്ലാം തന്നെ ക്ലിയർ ഔട്ട് ചെയ്യില്ല. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്മെല്ല് അധികം നേരം നിൽക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം ഒരു ബോഡി ഓയിലോ അല്ലെങ്കിൽ ബോഡി ലോഷനോ അതല്ലെങ്കിൽ ബോഡി സ്പ്രേ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ സ്മെല്ലിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ഒരുപാട് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡ്രൈയിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഉടനെ തന്നെ നല്ലൊരു ബോഡി ലോഷൻ യൂസ് ചെയ്തേക്കാം. ഇനി നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ബോഡി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നോർമൽ സോപ്പ് പോലെ തന്നെ ഒരുപാട് നമ്മുടെ സ്കിന്നെ ഡ്രൈ ഔട്ട് ചെയ്യുന്നില്ല. ഇനി ഞാൻ എങ്ങനെ യൂസ് ചെയ്യണത് ഒരു ഡെമോ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു സോപ്പ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫേസും ഉണ്ട്, റഫ് സർഫേസും ഉണ്ട്. അപ്പോൾ ഈ റഫ് സർഫേസ് ഉപയോഗിച്ചിട്ട് ഫേസിലൊന്നും തന്നെ സ്ക്രബ് ചെയ്യാതിരിക്കാം. ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്മൂത്ത് സർഫേസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. എന്തായാലും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിലൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടുള്ള ഡെമോ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നത്. നോർമൽ നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ, വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രം ആ സ്ക്രബ് ലോഷൻ യൂസ് ചെയ്യാതിരുന്നാൽ മതി. വേറെ ഒരു ഇഷ്യൂസും ഇതിലില്ല. സൈഡ് എഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തിടത്തോളം കാലം എനിക്ക് വലിയൊരു ഇറിറ്റേഷൻസോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. മൈൽഡാണ്, കൂടുതൽ കുത്തുന്ന സ്മെല്ലൊന്നും അല്ല. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ലോങ് ആയിട്ട് പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എനിക്ക് ഈ ഒരു സോപ്പ് ജെന്യൂൻ ആയിട്ട് തോന്നി. ഭയങ്കര ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളിൽ ഭയങ്കര ഹൈപ്പായിട്ട് പറഞ്ഞ് ഒട്ടും വർക്ക് ചെയ്യാത്ത കുറേ പ്രൊഡക്ട്സ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ആൻഡ് ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഹൈപ്പിലൊന്നും പോകുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ മന്തിൽ തന്നെ 3000 മറ്റു ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി യൂസ് ചെയ്ത് നല്ല റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയി തോന്നിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.